ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് മുടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ സിറാണ്. അത് മുടിയുടെ വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ നര വന്നു തുടങ്ങിയാൽ തന്നെ അതിനൊന്ന് കുറച്ച് കൊണ്ടുവരാനും നര വരാതിരിക്കാനും കൊച്ചു കുട്ടികൾ തൊട്ട് ഏത് പ്രായക്കാർക്കും വേണമെങ്കിൽ നമുക്ക് പ്രായഭേദമന്യേ എല്ലാവർക്കും തേക്കാവുന്ന ഒരു ഹെയർ സിറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇത് പാക്കായിട്ട് വേണം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹെയർ സിറായിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സിറം പോലെ. നമുക്കിവിടെ 2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ചായയില ഇട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തളിർത്ത പേരക്കൂമ്പിൻ്റെ ഇലയാണ് കേട്ടോ. മൂത്തൊന്നും എടുക്കാൻ പാടില്ല, തളിർത്ത ഇല തന്നെ എടുക്കണം. നമ്മൾ ചായയില നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പേരക്കൂമ്പിൻ്റെ ഈ ചായയിലയുടെ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ ഇല ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമ്മളതിട്ട് അരിച്ചെടുത്തു, അതും നമ്മൾ അരിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പേരയുടെ ഇലയുടെ ആ ജ്യൂസും കിട്ടിയിട്ടുണ്ട്, ചായയിലയുടെ ബാക്കിയും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അടുക്കളയിലും ഒക്കെ ഉള്ള ഒരു സാധനം വെച്ചിട്ടാണല്ലോ. ചായയിൽ നമ്മുടെ മുടിയെ കറുപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ നരേനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ടും വളരെ നല്ലതാണ്. മുടി വളർച്ചയ്ക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു സ്പ്രേ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടു. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രാമ്പും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ സിറം ഉപയോഗിച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് പേരയുടെ ഇലയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നല്ല തളിർത്ത ഇല നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ചധികം കിട്ടുന്നവരാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്പ്രേഡ് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ടി വരില്ല. ഇത് തന്നെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഡെയിലി നമുക്ക് ഈ ചായയുടെ സ്പ്രേ ഡെയിലി കൊടുക്കാം. മറ്റേത് ഒരു 2 ദിവസം കൂടുമ്പോൾ പേരയുടെ ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളതിൽ വേറെ പ്രത്യേകിച്ച് ദോഷമായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളത് ഒരു 2 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചായയില സ്പ്രേ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം, ഒരു കുഴപ്പം വരില്ല. ജലദോഷം വരിക അങ്ങനെ ഒന്നുമില്ല. നല്ലപോലെ സ്പ്രേ അടിച്ച് കൊടുക്കുക, നല്ലൊരു മസാജ് കൊടുക്കുക, മുടി ഉണക്കിയതിന് ശേഷം കിടന്നുറങ്ങുക. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്. പിന്നെ ഇടയ്ക്ക് ചായയിലയുടേതായതുകൊണ്ട് മുടിക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് എണ്ണ തൊട്ട് പറ്റാൻ എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തേച്ച് കുളിക്കുക, ഇല്ലെങ്കിൽ തൊട്ട് പറ്റണവരാണെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. ജോലി സ്ഥലത്തൊക്കെ പോണ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ, അവർക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരെ മുടിയെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ വീടുകളിൽ നിൽക്കണ പോലെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുടിയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും തൊട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ പേരയുടെയൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ തലയിലേക്ക് നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.